ഫ്രീ റൺ പോലെ ഒരു ഫാന്റസി ആനിമയുടെ ഫാനാണോ നിങ്ങൾ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനിമയൊക്കെ കാണാൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ആക്കി വെച്ചോ. പുതിയൊരു ആനിമ റിലീസ് ആയിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മാജിക്കൽ ഫാന്റസി തീമിലുള്ള ഒരു ആനിമ. സോ ഇതിന്റെ ഒരു ഫസ്റ്റ് 4 എപ്പിസോഡ്സ് ഞാൻ കണ്ടു. അപ്പൊ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യാന്ന് കരുതി. വിച്ച് ഹാറ്റ് അറ്റലിയ എന്നാണ് ഈ ഒരു ആനിമയുടെ പേര്. ഫേമസ് ജാപ്പനീസ് മാങ്ക ആയിട്ടുള്ള വിച്ച് ഹാറ്റ് അറ്റലിയയുടെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു ആനിമെ. സോ ഇതിന്റെ കഥ ഫോളോ ചെയ്യുന്നത് കോക്കോ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെയാണ്. അവള് മാജിക്കിനോട് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. മാജിക് ചെയ്യണമെന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ അവൾ വിചാരിച്ചിരിക്കുന്ന എല്ലാവർക്കും മാജിക് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ചൂസൺ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മാജിക് ചെയ്യാനുള്ള ഒരു സീക്രട്ട് അവൾ കണ്ടുപിടിക്കും. അതിനുശേഷം അവളുടെ ലൈഫിൽ വലിയൊരു സംഭവം നടക്കും. തുടർന്നുള്ള സംഭവമൊക്കെയാണ് ഈ ഒരു ആനിമയെ കാണിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്. അതായത് നമ്മൾ എവിടെ പോസ് ചെയ്താലും നമുക്ക് അവിടെ ഒരു വാൾപേപ്പർ കിട്ടും. ആ രീതിയിലുള്ള ഒരു ഗംഭീര ആർട്ട് സ്റ്റൈലാണ് ഇത് ഫോളോ ചെയ്തിരിക്കുന്നത് സ്റ്റുഡിയോ. നല്ല രസമാണ് കാണാൻ. നമ്മൾ ഫ്രീ റണ്ണിലൊക്കെ കണ്ട പോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സും എല്ലാം വെച്ചിട്ടുള്ള ഒരു പരിപാടി. നല്ല മ്യൂസിക്കും ഒക്കെയാണ് ഈ ഒരു ആനിമയ്ക്ക് ഉള്ളത്. എന്നാൽ നമ്മൾ വിചാരിക്കും ഈ ഒരു ആനിമെ ഒരു നോർമൽ ഫാന്റസി മാജിക്കൽ ആനിമയെ പോലെ പോകുന്ന പറഞ്ഞാൽ അതൊന്നും അല്ല. ആനിമെ പ്രോഗ്രസ് ആകുമ്പോൾ ഇതിന്റെ തീം കുറച്ച് ഡാർക്കർ ആകുന്നുണ്ട്. പലതരത്തിലുള്ള തീംസും ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വളരെ സട്ടിലായിട്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യാന്ന് കരുതി. സോ ഫാന്റസി ആനിമയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങുന്നതാണ് നല്ലത്. ഇപ്പം ടോട്ടലി ഒരു 6 എപ്പിസോഡ്സ് ആണ് ഇതിന്റെ റിലീസ് ആയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ കോക്കോ എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ വളരെ ലവബിളും വളരെ ഇന്നസെന്റും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവർക്ക് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റിയാണ്. അത് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നും ഇത് കാണുന്ന സമയത്ത്. പിന്നെ അവരുടെ മെന്റർ ആയിട്ടുള്ള ക്യാരക്ടർ ക്യൂഫ്രെ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ, പുള്ളി വളരെ ഒരു കാമായിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. സോ ഇനിയുള്ള എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ആനിമയിലെ ആ ഒരു ക്യാരക്ടറിന്റെ റോൾ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ എനിക്ക് കണ്ടത്ര ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്. നമുക്കൊരു കാമായിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഗംഭീര ആനിമയാണ്. അപ്പൊ ഈ ഒരു ആനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ആനിമ ക്രഞ്ചി റോളാണ് സ്ട്രീമിംഗ് എന്ന് കാണിച്ചത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് അതിൽ കാണുന്നില്ല. അപ്പം ഞാൻ വേറെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് ഈ ഒരു ആനിമ കണ്ടത്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ ആനിമയുടെ ലിങ്ക് വേണമെങ്കിൽ അതും കമന്റ് ചെയ്താൽ മതി. ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.